ഹായ് ഫ്രണ്ട്സ്, അജു ആണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഒരു 5 SME സ്റ്റോക്കുകളെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ SME സ്റ്റോക്കുകൾ ഒരുപാടുണ്ട് വാച്ച് ലിസ്റ്റിൽ. പക്ഷേ അത് പബ്ലിക്കലി ഷെയർ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം അല്ലെങ്കിൽ ആൾക്കാർ അതിൻ്റെ അകത്ത് പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. കാരണം നോർമൽ സ്റ്റോക്കുകൾ പോലെ അല്ല SME സ്റ്റോക്കുകൾ റിയാക്ട് ചെയ്യുന്നത്. മേലോട്ട് പോകുമ്പോഴത്തേക്കും അപ്പർ സർക്യൂട്ട് അടിച്ച് അപ്പർ സർക്യൂട്ട് അടിച്ച് മേലോട്ട് പോവുകയും തിരിച്ച് താഴോട്ട് വരുമ്പോഴത്തേക്കും വളരെ വയലൻ്റ് ആയിട്ട് താഴോട്ട് വരികയും ചെയ്യുന്ന കറക്ഷൻസ് എന്നൊക്കെ പറയുന്നത് 20% മേലിലുള്ള കറക്ഷൻസ് എടുക്കുന്ന ടൈപ്പ് സ്റ്റോക്കുകളാണ് SME സ്റ്റോക്കുകൾ. പിന്നെ മാത്രമല്ല നമ്മൾ നോർമലി നോക്കാൻ നേരത്ത് നോർമലി നമ്മൾ സ്റ്റോക്കുകളിൽ എങ്ങനെയാണ് പൊസിഷൻസ് എടുക്കുന്നത്? നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് അപ്പ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും പൊസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതേ കണക്കിന് അതിൻ്റെ അകത്ത് ഡൗൺ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് പൊസിഷൻ ലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ SME സ്റ്റോക്കുകളിൽ ഇതൊക്കെ തന്നെ അപ്പ് ട്രെൻഡിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് പൊസിഷൻസ് ലൈറ്റ് ചെയ്യേണ്ടി വരും. അതല്ലാതെ നമുക്ക് പ്രോപ്പറായിട്ട് ഡൗൺ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യണവരെ ഒന്നും വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. കാരണം ഡൗൺ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും അത് ലോവർ സർക്യൂട്ടിലായിരിക്കും വരുന്നത്. നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. പിന്നെ മാത്രമല്ല നമുക്കറിയാം SME സ്റ്റോക്കുകൾ ലോട്ടിലാണ് മേടിക്കുന്നത്. ലോട്ടിൽ മേടിക്കാൻ നേരത്ത് എങ്ങനെ പോയാലും 1,00,000 അതല്ലെങ്കിൽ 2,00,000 രൂപയൊക്കെ വേണ്ടി വരും ഒരു ലോട്ട് മേടിക്കാൻ തന്നെ. ഒരു സ്റ്റോക്കിൻ്റെ അകത്ത് പൊസിഷൻ ബിൽഡ് ചെയ്യാൻ തന്നെ. അപ്പോൾ ചെറിയൊരു ക്യാപിറ്റലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു 5,00,000 രൂപയോ അല്ലെങ്കിൽ 3,00,000 രൂപയോ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ SME സ്റ്റോക്കുകളുടെ അകത്ത് പൊസിഷൻ ഒരിക്കലും ബിൽഡ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ അയാളുടെ പോർട്ട്ഫോളിയോയുടെ വലിയൊരു പെർസെൻറ്റേജ് ഇതേ കണക്ക് ഇല്ലിക്വിഡ് ആയിട്ട് ഹ്യൂജ് ആയിട്ടുള്ള റിസ്ക് ആയിട്ടുള്ള ഏതെങ്കിലും സ്റ്റോക്കുകളുടെ അകത്ത് പെട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് എന്തെങ്കിലും കാരണം കൊണ്ട് ഡൗൺ സർക്യൂട്ടൊക്കെ അടിച്ച് പോവുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നിന്ന് എക്സിറ്റും ചെയ്യാൻ പറ്റത്തില്ല. ക്യാപിറ്റലിൻ്റെ നല്ലൊരു പോർഷൻ വൈപ്പ് ഔട്ടായി പോകുന്നതുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആൾക്കാർക്ക് SME സ്റ്റോക്കുകൾ ഒരിക്കലും സ്യൂട്ടബിൾ അല്ല. പിന്നെ SME സ്റ്റോക്കുകൾ ആർക്കാണ് സ്യൂട്ടബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാപിറ്റൽ 50,00,000 1 കോടിയൊക്കെ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പോർട്ട്ഫോളിയോയുടെ ചെറിയൊരു പെർസെൻറ്റേജ് 5% അല്ലെങ്കിൽ 10% താഴെയുള്ള ഒരു പെർസെൻറ്റേജ് മാത്രം SME സ്റ്റോക്കുകളിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ആ സ്റ്റോക്കുകൾ ഈവൻ 50% ഇടിഞ്ഞാൽ പോലും ആ പോർട്ട്ഫോളിയോയ്ക്കകത്ത് വലിയ ഹിറ്റ് വരുന്നതായിരിക്കത്തില്ല. അല്ലെങ്കിൽ പോർട്ട്ഫോളിയോയുടെ ടോട്ടൽ പെർസെൻറ്റേജ് വെച്ച് നോക്കാൻ നേരത്ത് ചെറിയൊരു പെർസെൻറ്റേജ് വൈപ്പ് ഔട്ട് ആയിപ്പോയാലും ബാക്കിയുള്ള സ്റ്റോക്കുകൾ വെച്ച് അത് കവർ ചെയ്തെടുക്കാം. പക്ഷേ അതേ സമയത്ത് ഈ സ്റ്റോക്കുകൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ സ്റ്റോക്കുകൾ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് നല്ല രീതിയിലുള്ള വെൽത്ത് ക്രിയേഷൻ കിട്ടുകയും ചെയ്യും. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ SME സ്റ്റോക്കുകളെ കാണുന്നത്. അതുകൊണ്ട് SME സ്റ്റോക്കുകളുടെ റിസ്ക് മനസ്സിലാക്കിയതിന് ശേഷം മുന്നോട്ട് ഈ ഒരു വീഡിയോ കാണുക. തീർച്ചയായും യൂസ്ഫുൾ ആയിരിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും. വീഡിയോയുടെ ലാസ്റ്റ് വരെ കൂടെ ഉണ്ടാകാൻ ശ്രമിക്കുക. ആൻഡ് വീണ്ടും പറയുന്ന പോലെ തന്നെ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മധുസൂദൻ മസാല എന്ന് പറയുന്ന ഒരു സ്റ്റോക്കിനെ പറ്റിയിട്ടാണ്. വളരെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. ഈ SME സ്റ്റോക്കുകളും അതല്ലെങ്കിൽ മൈക്രോ ക്യാപ് സ്റ്റോക്കുകളും വരാൻ നേരത്ത് ഇവിടെ നമ്മൾ ഫണ്ടമെൻ്റലി സ്ട്രോങ് എന്നൊക്കെ ഉദ്ദേശിക്കുമെങ്കിലും ഇവിടെ അത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു കമ്പനീനെ സംബന്ധിച്ചിടത്തോളമാണ് പറയുന്നത്. ഇത്ര കണ്ട് ചെറിയ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഒരു കമ്പനീനെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിലുള്ള ഫണ്ടമെൻ്റൽസ് ഒക്കെ ഓക്കെയാണ്. കുറേ കൂടെ നല്ല വലിയ കമ്പനിയായിട്ട് മാറുമ്പോഴത്തേക്കും ഇതൊക്കെ വാലിഡ് അല്ലാതെ ആയിട്ട് വരും. പക്ഷേ എന്നിരുന്നാലും കറന്റ് ലെവൽസിൽ നമുക്കിത് ഓക്കെ ആയിട്ടുള്ളൊരു സ്റ്റോക്കായിട്ടാണ് തോന്നുന്നത്. മധുസൂദൻ മസാല. കമ്പനിയുടെ അകത്തോട്ട് വരാൻ നേരത്ത് ചാർട്ട് നമുക്ക് ബുള്ളിഷ് ആയിട്ടാണ് തോന്നുന്നത്. അതേ കണക്ക് തന്നെ കമ്പനിക്കകത്ത് ഗ്രോത്ത് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കഴിഞ്ഞ ക്വാർട്ടറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 100% ഗ്രോത്ത് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി അതല്ലാതെ കമ്പനിയുടെ ലോങ് ടേമിലോട്ട് വരാൻ നേരത്ത് ഇവിടെ ഫിക്സഡ് അസറ്റ്സിൻ്റെ അകത്ത് നല്ലൊരു ഗ്രോത്ത് വന്നിരിക്കുകയാണ്. ആ 4 കോടിയുടെ ഫിക്സഡ് അസറ്റ്സ് ചെയ്യുന്നതുകൊണ്ട് അത് 12 കോടിയിലോട്ടൊരു ജമ്പ് കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയിൽ നല്ല രീതിയിൽ ക്യാപെക്സ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് വരുന്ന സംഭവം ക്യാഷ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. ഓക്കെ, അത് കുറേ നാളായിട്ട് നെഗറ്റീവാണ്. 2022 മുതലായിട്ട് അത് നെഗറ്റീവാണ്. അതായത് കമ്പനി ബിസിനസ് ചെയ്തിട്ട് വലിയ രീതിയിൽ ക്യാഷ് ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ല. മറിച്ച് അവർ ലോണ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് അവരിപ്പം ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് SME കമ്പനികളിലോട്ട് വരുമ്പോഴത്തേക്കും കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ എത്ര നാൾ സസ്റ്റൈനബിൾ ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നിക്കലി നമുക്ക് റിസ്ക് റിവാർഡ് റേഷ്യോ പോസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് എൻട്രി എടുക്കാനും റിസ്ക് റിവാർഡ് റേഷ്യോ ഫേവറബിൾ അല്ലാതെ വരുന്ന പൊസിഷനിൽ എക്സിറ്റ് എടുക്കാനും മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്തൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ നമ്മൾ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൻ്റെ അകത്ത് നോക്കാൻ നേരത്ത് പല ആൾക്കാരും SME സ്റ്റോക്കുകളെ പറ്റിയിട്ട് അവരുടെ സ്ക്രീൻഷോട്ട് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. ഞാൻ ഇന്ന സ്റ്റോക്ക് ഇന്നടുത്ത് മേടിച്ചു, അതിപ്പോൾ ഇത്ര എക്സ് ആയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലയിടത്തും നിങ്ങൾ പല സ്ക്രീൻഷോട്ടുകളും കാണുന്നതായിരിക്കും. അല്ലെങ്കിൽ SME സ്റ്റോക്കുകളുടെ അടുത്ത് പല ഡിസ്കഷൻസ് നിങ്ങൾ കേൾക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചാനലിലും SME സ്റ്റോക്കുകൾ പറയണമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു സ്റ്റോക്ക് കവർ ചെയ്യുന്നത്. ഒരു സ്റ്റോക്കല്ല, ആക്ച്വലി 5 സ്റ്റോക്കാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫണ്ടമെൻ്റലി കുഴപ്പമില്ലാത്തൊരു സ്റ്റോക്കാണ്. ടെക്നിക്കലി ബുള്ളിഷാണ് ഈ ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ ചാർട്ടിലോട്ട് വരാൻ നേരത്ത് 1 സെക്കൻഡ്. ചാർട്ടിലോട്ട് വരാൻ നേരത്ത് ചാർട്ട് ഒരു റെസിസ്റ്റൻസ് ലൈനിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. അതിൻ്റെ ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് ഇപ്പം ചാർട്ടിൽ കിട്ടിയിട്ടുണ്ട്. 177ൻ്റെ ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചാർട്ടിൻ്റെ അകത്ത് നമുക്കൊരു ഇനിഷ്യൽ പൊസിഷൻ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ലെവലിലാണ് നിൽക്കുന്നത്. ബാക്കി പൊസിഷന് 190ക്ക് മേലോട്ട് ക്ലോസിംഗ് കിട്ടുമ്പോഴത്തേക്കും ബിൽഡ് ചെയ്താൽ മാത്രം മതിയാവും.
നെക്സ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ക്രിസ്ക സ്ട്രാപ്പിംഗ് സൊല്യൂഷൻസ് ആണ്. ക്രിസ്ക എന്ന് പറയുന്ന സ്റ്റോക്കിനെ പറ്റിയിട്ട് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നമ്മൾ ഷോർട്ട് വീഡിയോ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഷോർട്ട് വീഡിയോ ഇട്ടതും കുറേ നാൾ മുമ്പായിരുന്നു. നമ്മുടെ ചാനലിൽ ഷോർട്സ് ഒക്കെ ഇട്ടുകൊണ്ടിരുന്ന ഒരു ടൈം ഫ്രെയിമിലാണ് നമ്മൾ ഈ ഒരു സ്റ്റോക്കിനെ പറ്റിയിട്ട് ഒരു ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. വെറും 427 കോടിയുടെ മാത്രം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള ഒരു ചെറിയ കമ്പനിയാണ്. സ്റ്റോക്ക് ഓൾമോസ്റ്റ് ഓൾ ടൈം ഹൈയുടെ അടുത്താണ് നിൽക്കുന്നത്. സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ എന്ന് പറയുന്നത് നേരത്തെ കണ്ട സ്റ്റോക്കിനെ പോലെയല്ല, കുറച്ച് ഹയർ സൈഡിലാണ് ഈ സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ നിൽക്കുന്നത്. പക്ഷേ സ്റ്റോക്കിൻ്റെ അകത്ത് ഇപ്പോഴും നല്ല ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു സ്റ്റോക്കായിട്ടാണ് തോന്നുന്നത്. മാത്രമല്ല ഇവരുടെ ഫിക്സഡ് അസറ്റ്സിൻ്റെ അകത്ത് വന്നേക്കുന്ന ഒരു ജമ്പ് നോക്കുക. 4-5 കോടിയുടെ ഒരു ഫിക്സഡ് അസറ്റ്സ് നിന്നുകൊണ്ട് ഒരു 20 കോടിയുടെ CWIP എന്ന് പറയുമ്പോഴത്തേക്കും ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. അതായത് ഒരു ഫാക്ടറിയോ പ്ലാന്റോ എന്തോ അവർ സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ലൈവ് ആയിട്ടില്ല. അത് ലൈവ് ആകുമ്പോഴത്തേക്കും ആ ഒരു പർട്ടിക്കുലർ ക്യാപിറ്റൽ നമുക്ക് ഫിക്സഡ് അസറ്റ്സിൻ്റെ അകത്തോട്ട് മൂവ് ചെയ്തതായിട്ട് ബാലൻസ് ഷീറ്റിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ കമ്പനിക്കകത്ത് നല്ല രീതിയിൽ ക്യാപെക്സ് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത് ലൈവ് ആവാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ സ്റ്റോക്കിനെ പറ്റിയിട്ട് ഇതിന് മുമ്പ് ഷോർട്സ് കാര്യങ്ങളൊക്കെ ഇട്ട സമയത്തും ഇത് ലൈവ് ആയിട്ടില്ലായിരുന്നു. അന്ന് നമ്മൾ ലൈവ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റിൽ അത് ലൈവ് ആയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സംഭവിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. അന്ന് നമ്മൾ ഷോർട്സ് ഇട്ട സമയത്ത് സ്റ്റോക്ക് ബ്രേക്ക് ഔട്ടിലല്ലായിരുന്നു. ഇപ്പോൾ സ്റ്റോക്ക് ബ്രേക്ക് ഔട്ട് തന്ന് മേളിലോട്ട് കയറി പോയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉടനെ ലൈവ് ആവുന്നതായിരിക്കും. ഇതിൻ്റെ അകത്ത് വേറെ ആരൊക്കെയോ പൊസിഷൻസ് ബിൽഡ് ചെയ്യുകയാണ്. അവരുടെ ബൈയിങ് കാരണമാണ് സ്റ്റോക്ക് ബ്രേക്ക് ഔട്ട് തന്ന് മേളിലോട്ട് കയറി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ആ ഷെയർ ഹോൾഡിംഗ് നോക്കുകയാണെങ്കിലും ഇതിൻ്റെ അകത്ത് ഫ്രഷ് ആയിട്ട് ആരൊക്കെയോ ഇതിൻ്റെ അകത്ത് പൊസിഷൻസ് ബിൽഡ് ചെയ്യുന്നുണ്ട്. 9%, 10% പൊസിഷൻ ഇതിൻ്റെ അകത്ത് നിന്ന് ഓൾറെഡി പബ്ലിക്കിൽ നിന്ന് വേറെ ആരൊക്കെ മേടിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ. ഇനി നമ്മൾ വൺ സെക്കൻഡ് നെക്സ്റ്റ് സ്റ്റോക്കിലോട്ട് പോവുകയാണെങ്കിൽ ന്യൂജെയ്സ ടെക്നോളജീസ് എന്ന് പറഞ്ഞ സ്റ്റോക്കാണ്. ന്യൂജെയ്സ ടെക്നോളജീസ് 420 കോടിയുടെ മാത്രം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള സ്റ്റോക്കാണ്. സ്റ്റോക്കിൻ്റെ PE എന്ന് പറയുന്നത് 66 ആണ്. സ്റ്റോക്ക് ഒരു എന്താ പറയുക, ഒരു ബ്രേക്ക് ഔട്ടിൻ്റെ ലെവലിലോട്ട് ഇതുവരെ എത്തിയിട്ടില്ല. നമുക്ക് ആ ടെക്നിക്കൽസിലോട്ട് പിന്നീട് വരാം. സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ സ്റ്റിൽ ഹയർ സൈഡിലാണ്. 7ൻ്റെ പ്രൈസ് ടു ബുക്കിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗ്രോത്ത് കാര്യങ്ങളൊക്കെ ഉള്ളൂ. നേരത്തെ പറഞ്ഞ സ്റ്റോക്കുകൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അത്ര കണ്ട് ഫാസ്റ്റ് ആയിട്ടുള്ളൊരു ഹിസ്റ്റോറിക് ഗ്രോത്ത് നമുക്ക് ഈ സ്റ്റോക്കിന് വേണ്ടിയിട്ട് പറയാനില്ല ലാസ്റ്റ് 1 ഇയറിൽ നോക്കുമ്പോഴത്തേക്കും. ഓക്കെ. ഫിക്സഡ് അസറ്റ്സിൻ്റെ അകത്ത് വന്നേക്കുന്ന ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് നമുക്ക് ഫിക്സഡ് അസറ്റ്സിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നതായിരിക്കും. പിന്നെ അതേ കണക്ക് തന്നെ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൻ്റെ അകത്ത് വരാൻ നേരത്ത് നമുക്ക് വലിയ ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം. നമുക്കിനി ഇവരുടെ ന്യൂജേഴ്സിയുടെ ടെക്നിക്കൽസിലോട്ട് പോകാം. 1 സെക്കൻഡ്. ടെക്നിക്കൽസിൽ വരാൻ നേരത്ത് ന്യൂജേഴ്സ പറഞ്ഞായിരുന്നല്ലോ, ഇതൊരു ബ്രേക്ക് ഔട്ട് ഇതുവരെ ആയിട്ടില്ല. ബ്രേക്ക് ഔട്ടിന് വേണ്ടിയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചീറ്റ് എൻട്രി ആണ് കിട്ടുന്നത്. ഓക്കെ. ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പോർഷനിൽ 100 രൂപയുടെ പോർഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ സ്റ്റോക്കിൻ്റെ അകത്ത് ലോ ചീറ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ചീറ്റ് എൻട്രി ആണ് പോസിബിൾ ആയിട്ട് വരുന്നത്. ഒരു 140ക്ക് മേലോട്ട് ക്ലോസിംഗ് വരാൻ നേരത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് ചീറ്റ് എൻട്രി പോസിബിൾ ആണ്. അതായത് ഒരു 30-50% അലോക്കേഷൻ നമുക്ക് ഇവിടെ എടുക്കാവുന്നതാണ്. അതിനുശേഷം 170ക്ക് മേലോട്ട് ക്ലോസിംഗ് കിട്ടുമ്പോഴത്തേക്കായിരിക്കും നമുക്ക് ഇതിൻ്റെ അകത്ത് ഫുൾ പൊസിഷൻ പോകാൻ പറ്റുന്നത്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് അതേ കണക്കിന് നമ്മൾ ക്രിസ്കയുടെ ടെക്നിക്കൽസ് നോക്കിയിട്ടില്ല. അത് സെക്കൻഡ് അതിൻ്റെ ഇവിടെ ടെക്നിക്കൽസ് ഇവിടെ നോക്കിയിട്ട് വരാം. ക്രിസ്ക സ്ട്രാപ്പിങ്ങിലോട്ട് വരാൻ നേരത്ത് ടെക്നിക്കൽസിൽ നോക്കുകയാണെങ്കിൽ റീസെൻ്റ് ആയിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു റണ്ണപ്പാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇതാണ് നമുക്ക് ഈ സ്റ്റോക്കിൻ്റെ അകത്തോട്ട് റീസെൻ്റ്ലി നമ്മുടെ സ്ക്രീനേഴ്സിൻ്റെ അകത്തോട്ട് ഈ സ്റ്റോക്ക് എഗെയിൻ വരാൻ കാരണമായിട്ടുള്ള ഒരു കാര്യം. ഓക്കെ. ഈ റീസെൻ്റ് ആയിട്ട് വന്നേക്കുന്ന ഈ ഒരു ബ്രേക്ക് ഔട്ടും ഇത്ര കണ്ട് വലിയൊരു വോളിയം ബിൽഡപ്പാണ് റീസെൻ്റ് ആയിട്ട് നമ്മൾ ഈ സ്റ്റോക്ക് എഗെയിൻ നമ്മുടെ സ്ക്രീനറിൻ്റെ അകത്തോട്ട് പോപ്പ് ചെയ്ത് വരാനുള്ള കാരണം. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ഒരു ബ്രേക്ക് ഔട്ട് വന്നതിന് ശേഷം ചെറിയൊരു കറക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ കറക്ഷൻ്റെ അകത്ത് സ്റ്റാഗേർഡ് ആയിട്ടുള്ള അഡീഷൻസ് നടത്താൻ താല്പര്യമുള്ളവർക്ക് നടത്താം. അല്ലെങ്കിൽ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 380ക്ക് മേലോട്ടൊക്കെ ഒരു ക്ലോസിംഗ് കിട്ടുമ്പോഴത്തേക്കും എടുത്താലും കുഴപ്പമില്ല. സ്റ്റോക്ക് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്ക് ബ്രേക്ക് ഔട്ട് തന്ന് നിൽക്കുന്നത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ട് ആയിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാഗേർഡ് ആയിട്ട് പൊസിഷൻസ് ബിൽഡ് ചെയ്ത് പോകാവുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്രോപ്പ് ലൈഫ് സയൻസ് എന്ന് പറഞ്ഞ സ്റ്റോക്കാണ്. നമുക്കിപ്പോൾ അറിയാം അഗ്രോ കെമിക്കൽസ് എന്ന് പറയുന്ന തീം കുറച്ച് മാർക്കറ്റിൻ്റെ അകത്ത് ഹോട്ടായിട്ട് നിൽക്കുന്ന തീമാണ്. പക്ഷേ ഇത്രയും നേരം പറഞ്ഞ 3 സ്റ്റോക്കുകൾ വെച്ച് നോക്കാൻ നേരത്തെ ഇത് വളരെയധികം ചെറിയ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഒരു കമ്പനിയാണ്. വെറും 75 കോടിയുടെ മാത്രം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഒരു കമ്പനിയാണ്. സ്റ്റോക്കിൻ്റെ അകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ വാല്യുവേഷൻസ് കാര്യങ്ങളൊക്കെ തന്നെ വളരെ ലോ വാല്യുവേഷൻസിലാണ് നിൽക്കുന്നത്. 7ൻ്റെ EV എവിഡയിലാണ് നമുക്ക് സ്റ്റോക്ക് കിട്ടുന്നത്. സ്റ്റോക്കിൻ്റെ അകത്തോട്ട് വരാൻ നേരത്ത് ക്യാപെക്സ് സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ റീസെൻ്റ്ലി ഒരു വളരെ നല്ലൊരു ക്യാപെക്സ് കമ്പനി നടത്തിയിട്ടുണ്ട്. ആ ക്യാപെക്സ് നടത്തിയത് പോരാഞ്ഞിട്ട് കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസിൻ്റെ അകത്തോട്ട് നമ്മൾ നോക്കാൻ നേരത്ത് നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഡിക്രീസ് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ കമ്പനിയെ വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ചാർട്ടിലോട്ട് വരികയാണെങ്കിൽ 1 സെക്കൻഡ്. ചാർട്ടിലോട്ട് വരികയാണെങ്കിൽ ചാർട്ട് അത്ര കണ്ട് പോസിറ്റീവ് അല്ല. ചാർട്ടിലൊരു ബ്രേക്ക് ഔട്ട് നമുക്ക് ഇതുവരെ ആയിട്ടില്ല. ബ്രേക്ക് ഔട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഒരു 50ക്ക് മേലോട്ട് ക്ലോസിംഗ് കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് പൊസിഷൻസ് എടുത്താൽ മതിയാവും. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതുപോലുള്ള സ്റ്റോക്കുകൾ നമ്മൾ വാച്ച് ലിസ്റ്റിൽ വെച്ചേക്കുക. ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള
ഇതേ കണക്ക് എന്തെങ്കിലുമൊക്കെ ചാർട്ടിലും ഫണ്ടമെന്റലിലും ഒക്കെ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ നമ്മൾ വാച്ച് ലിസ്റ്റിൽ വെച്ചേക്കുക. അതിൻ്റെ ബ്രേക്കൗട്ട് കിട്ടുമ്പോഴത്തേക്കും നമ്മൾ പൊസിഷൻസ് ബിൽഡ് ചെയ്താൽ മതിയാവും. നെക്സ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഓർഗാനിക് റീസൈക്ലിംഗ് സിസ്റ്റംസ് ആണ്. ഇത് നമ്മളെ ട്വിറ്ററിൽ അഖിൽ ഭായിയുടെ റെക്കമെൻഡേഷൻ ആയിരുന്നു. 220 കോടിയുടെ മാത്രം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കമ്പനി. ചാർട്ടിൽ എൻ്റെ ഈ സ്റ്റോക്ക് വളരെയധികം ബുള്ളിഷാണ്. ബ്രേക്കൗട്ട് തന്നിട്ടാണ് സ്റ്റോക്ക് നിൽക്കുന്നത്. സ്റ്റോക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ വാല്യുവേഷൻ വൈസ് ഒന്നും വളർത്താറുണ്ട് വലിയ ഹയർ സൈഡിലല്ല ഇതിൻ്റെ വാല്യുവേഷൻസ് കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. സ്റ്റോക്കിൻ്റെ അകത്ത് അത്യാവശ്യം ഗ്രോത്ത് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മാത്രമല്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൻ്റെ ഫിക്സഡ് അസറ്റിൻ്റെ അകത്ത് ചെറിയൊരു ജമ്പ് മാത്രമേ ഉള്ളൂ. അവിടെയല്ല ഇതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് വരുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഷെയർ ഹോൾഡിംഗ് അകത്താണ്. നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഹാഫിൻ്റെ താഴെയായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. അതായത് പ്രീവിയസ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ നിന്ന് ഇപ്പോൾ ലാസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വെച്ച് നോക്കാൻ നേരത്ത് അത് ഏകദേശം പകുതിക്ക് താഴെയായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ അകത്ത് നിന്ന് ഷെയർസ് ആരൊക്കെയോ നല്ല രീതിയിൽ ബൈ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. ഏതെങ്കിലുമൊക്കെ ബിഗ്ഗീസ് ബൈ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് കുറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം. ചാർട്ടിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിലും സ്റ്റോക്ക് നല്ല രീതിയിൽ ബുള്ളിഷാണ്. നമുക്ക് ചാർട്ടിലോട്ട് കൂടെ പോവാം. ചാർട്ടിനകത്ത് നമ്മൾ നോക്കാൻ നേരത്ത് സ്റ്റോക്ക് ഒരു ബ്രേക്കൗട്ട് തന്നതിന് ശേഷം ഒരു പ്രൈമറി ബേസിൻ്റെ ബ്രേക്കൗട്ട് തന്നതിന് ശേഷം ഇപ്പോൾ ഒരു ചെറിയൊരു കറക്ഷൻ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ കറക്ഷൻ സമയത്ത് നമ്മൾ നോക്കാൻ നേരത്ത് വലിയ രീതിയിൽ ഓളിയും കാര്യങ്ങളൊന്നും ബിൽഡ് ചെയ്ത് വരുന്നില്ല. വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കറക്ഷനാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റോക്കിൻ്റെ ആ ഒരു ലോങ് ടേം ട്രജക്ടറി ബുള്ളിഷ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. സ്റ്റേജ് 2 അപ് ട്രെൻഡിലായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. കറണ്ട് ലെവലിലാണെങ്കിൽ പോലും നമുക്ക് പൊസിഷൻസ് എടുക്കാവുന്നതാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ SME സ്റ്റോക്കുകൾ നമ്മൾ ഈ കറക്ഷൻ താഴോട്ട് നിൽക്കാൻ നേരത്തും പൊസിഷൻസ് ബിൽഡ് ചെയ്യുന്നതായിരിക്കും. പലപ്പോഴും ഇതേ കണക്കുള്ള ഡിപ്സിൻ്റെ അകത്താണ് നമ്മൾ ആക്ച്വലി അവിടെ പൊസിഷൻസ് ബിൽഡ് ചെയ്യുന്നത്. ബ്രേക്കൗട്ടിൻ്റെ സമയത്ത് കൃത്യമായിട്ട് ഇന്ന ലെവലിൻ്റെ മേലിലോട്ട് വരുമ്പോഴത്തേക്കും സ്റ്റോക്ക് എടുക്കാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ പലപ്പോഴും സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല. കാരണം അന്ന് ഒരു 10-15% മേലിലോട്ടായിരിക്കും പോകുന്നത്. നമുക്കവിടെ കൃത്യമായിട്ടുള്ള പൊസിഷൻസ് ചിലപ്പം ബിൽഡ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഡിപ്സിലായിരിക്കും ഇതുപോലുള്ള സ്റ്റോക്കുകൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മാക്സിമം വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർമ്മിപ്പിക്കുന്നു. അതേ കണക്ക് തന്നെ നിങ്ങൾക്ക് സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടും മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. എനിക്ക് ടൈം കിട്ടുന്നതിനനുസരിച്ച് മാക്സിമം കമൻറ്റുകൾക്ക് റിപ്ലൈ തരാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്, ഹാപ്പി ട്രേഡിംഗ്. ഹാവ് എ ഗുഡ് നൈറ്റ്. താങ്ക് യു.